നമസ്കാരം. എവിടെ ഒളിച്ചാലും തേടിപ്പിടിച്ച് തീർക്കുമെന്ന ഇസ്രായേലിന്റെ വാക്ക് വെറുതെയല്ലെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഖത്തറിൽ ഹമാസ് നേതാക്കൾക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണം. ഒരു വശത്ത് തീവ്രവാദികൾക്ക് സംരക്ഷണവും മറുവശത്ത് ചർച്ചകളുമായി ഖത്തർ ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധക്കളമാകാൻ ഒരുങ്ങുകയാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ ഇസ്രായേൽ ഹമാസ് പ്രശ്നം കൂടുതൽ രാജ്യങ്ങളിലേക്കും തുടർന്ന് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്കും കടക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്നത്തെ 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ആധികാരികമായി ഈ വിഷയത്തിൽ കൂടുതൽ നിരീക്ഷണങ്ങളും നിഗമനങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവയൽ, അതുപോലെ ഇസ്രായേലിൽ നിന്നും എഴുത്തുകാരനും ഇൻഫ്ലുവൻസറുമായ അരുൺ കിഴക്കനുമാണ്. പ്രിയ പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കും ഷെക്കിന ന്യൂസ് 4 മണി ചർച്ചയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ശ്രീ ജോർജ് കള്ളിവയൽ, ഹമാസ് പോലുള്ള സംഘടനകൾ നിരന്തരം നിരപരാധികളെ ലക്ഷ്യമിട്ട് അക്രമങ്ങൾ നടത്തുമ്പോൾ അത് പ്രതിരോധിക്കുക എന്നുള്ളത്, ശരിക്കും സ്വന്തം രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഇസ്രായേലിന്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പം അതിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കമായിട്ട് ഖത്തറിൽ നടത്തിയ ഒരു ഓപ്പറേഷനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്താണ് അങ്ങയുടെ ഒരു നിഗമനം? എന്താണ് ഖത്തറില് ഇസ്രായേൽ നടത്തിയ ഹമാസിനെതിരെ നടത്തിയ ആക്രമണം ഇന്നലെ നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അപലപിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഏകകണ്ഠമായി അപലപിച്ചു എന്നത് സത്യമാണ്. ഇന്നും ആക്രമണം നടക്കേണ്ട ഗാസയിൽ ഇന്ന് നടന്ന ആക്രമണത്തിൽ ഒരു 42 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 45 പേരും 54 പേരെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 42 പേര് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം നമുക്കറിയാം വരുത്തി വെക്കുമായിരുന്നു. ഖത്തറിനെ സംബന്ധിച്ചോളം ഇത് ഖത്തറിലെത്തി ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് അവരൊരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു ചെറിയ രാജ്യമാണ്, നമ്മൾ പലതവണ പോയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ അവിടെ 4 മാസം മുമ്പ് മാത്രമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഖത്തർ ചുവന്ന പരവതാനി വിളിച്ച് സ്വീകരിക്കുകയും വലിയ $1 ബില്യൺ ഡീലുകളിൽ ഏർപ്പെടുകയും അത് ഒരു വലിയ ഒരു വിമാനം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് സംഭാവന ചെയ്യുകയൊക്കെ ചെയ്ത് പൂർണ്ണമായും അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സൈനിക ബേസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഖത്തർ എന്ന് മറക്കരുത്. അപ്പൊ അമേരിക്കയുടെ പൂർണ്ണ സംരക്ഷണയിൽ ഒരിക്കലും ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ആ സമയത്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വന്തം ജനതയുടെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി തങ്ങളെ ആക്രമിക്കുന്നവരെ എവിടെ ചെന്നും ആക്രമിക്കും എന്ന് നേരത്തെ തന്നെ അദ്ദേഹം തെളിയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു ഇപ്പോൾ ദോഹയിൽ നടത്തിയ ആക്രമണം. ഈ ദോഹയിലെ ആക്രമണവും നമുക്കറിയാവുന്നതുപോലെ അവർ ഉദ്ദേശിച്ച പൂർണ്ണ ലക്ഷ്യം കണ്ടില്ല. ഖത്തറില് മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ ഡെലിഗേഷനിലെ പ്രധാനികളെ എല്ലാം വധിക്കാൻ ഉദ്ദേശിച്ച് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി നടത്തിയ ആക്രമണം, ആ വലിയ ലക്ഷ്യം, കൃത്യമായ നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഗാസയിൽ കഴിഞ്ഞ 23 മാസമായി നടന്നു വരുന്ന ഈ ഒരു യുദ്ധം ലോക സമാധാനത്തിന് ഭീഷണിയാണ്. അവിടെ അറിയാവുന്നതുപോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് ഇസ്രായേലിനകത്ത് കടന്നു കയറി ഇസ്രായേലി ജനതയെ വധിക്കുകയും ഇസ്രായേലികളെ ബന്ദികളാക്കുകയും ചെയ്ത കൊടും ക്രൂരതയെ തുടർന്നാണ് ഇത്ര വലിയ തയ്യാറായത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരുക്കം വേണ്ടി വന്നത്. അപ്പൊ ഈ 2 ഭാഗത്തും ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേലിന് സ്വന്തം ജനതയെ രക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ കൂട്ടക്കരുതിയെ നമുക്ക് അനുകൂലിക്കാനും കഴിയില്ല. അപ്പോ ഇത് സ്റ്റേറ്റ് ടെററാണെന്നും ഒക്കെ പറയുമ്പോഴും ഇവിടെയൊക്കെ മനുഷ്യത്വത്തിന്റെ ഒരു മുഖം കൂടി വേണ്ടതുണ്ട്. അത് എവിടെയാണെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് ലോക സമാധാനത്തെ, നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ അടക്കമുള്ള മേഖലകളിൽ പാകിസ്ഥാനും മറ്റുള്ളവരും നടത്തുന്ന ഭീകരാക്രമണങ്ങള്, നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം ഈ അടുത്ത കാലത്താണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയില് നമുക്കറിയാം ക്രൈസ്തവരെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുകയാണ്. കൂട്ടക്കരുതി, മര്യാദയില്ലാത്ത മൃഗീയമായ കൂട്ടക്കലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോക സമാധാനത്തിന് ഇതെല്ലാം ഭീഷണിയാണ്. അപ്പോ ആ നിലയിൽ ഇപ്പോൾ ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും ഒരു പരിധിവരെ സമാധാനത്തിലേക്ക് എത്തിക്കുമോ എന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സമാധാനമാണ് ലോകത്തിന് ഇന്ന് ഏറ്റവും അത്യാവശ്യം.
അതെ, വളരെ ശരിയാണ്. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഖത്തറിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണം ഉണ്ടല്ലോ, അത് ശരിക്കും ഖത്തറിന് നേരെ നടത്തിയ ഒരു അക്രമമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അതോ ശരിക്കും ഹമാസ് നേതാക്കന്മാർക്കെതിരെയാണല്ലോ ഇപ്പം ഇസ്രായേൽ ഒരു അക്രമം അഴിച്ചുവിട്ടത്. അത് ഖത്തറിന്റെ സംരക്ഷണയിൽ ഉള്ള ഹമാസ് നേതാക്കളായതുകൊണ്ട് തന്നെ ഖത്തറിന് അതിലൊരു ഉത്തരവാദിത്വം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഖത്തറിനും കൂടെ ഖത്തറിനെ നേരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അത് മാറുന്നുണ്ടോ ശരിക്കും? ഇത് ഖത്തറിനെതിരെയുള്ള ആക്രമണമായിട്ട് ആരും കണക്കാക്കില്ല. കാര്യം ആ ഖത്തറിൽ കടന്നു കയറി ആക്രമിച്ചു എന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കുമെങ്കിലും ഖത്തറിന് പോലും അറിയാം അത് ഖത്തറിനെതിരെയുള്ള ആക്രമണമല്ല. ഖത്തർ ഇസ്ലാമിക തീവ്രവാദികളെ പലതരത്തിൽ സംരക്ഷിക്കുന്ന ആരോപണം എക്കാലത്തുമുണ്ട്. അത് നമുക്കറിയാം. പല തീവ്രവാദി, പ്രത്യേകിച്ച് ഹമാസിന് ഒരു താവളം ഒരുക്കുന്നതിൽ ഖത്തർ പലപ്പോഴും സഹായകരമായ നിലപാടെടുത്തിട്ടുണ്ട്. അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള പരാതിയുണ്ട്. നമുക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഖത്തറിനോട് ഭിന്ന നിലപാടിലാണ്. ഖത്തറാണ് ഈ രാജ്യത്ത് ഈ ലോകത്തിലെ ഭീകരർക്ക് താവളമൊരുക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. എങ്കിലും നമുക്കറിയാം ഈ ഖത്തറിൽ കടന്നു കയറി ആക്രമിച്ചെങ്കിലും കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അത് ഹമാസിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഹമാസിന്റെ സങ്കേതത്തിൽ മാത്രമാണ് ആക്രമണം നടത്തിയത്. ഹമാസിന് അവിടെ ഒരു ഒളി സങ്കേതം ഖത്തർ ഒരുക്കുന്നു എന്നത് അത്ര രഹസ്യമായ കാര്യമൊന്നുമല്ല. അപ്പൊ ഇപ്പൊ അമേരിക്കയുടെ ഒരു പിന്തുണ കൂടി ഉള്ളത് കൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവില്ല എന്നൊരു പക്ഷേ തെറ്റിദ്ധരിച്ചിരിക്കാം. പക്ഷേ ഇസ്രായേൽ പ്രധാനിയുടെ ധീരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച നിലപാടുകൾ, ആ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അതിനെ ഞാൻ ന്യായീകരിക്കില്ല. കൂട്ടക്കൊരുതിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞാൻ ഒരു 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 സമാധാനകാംക്ഷിയായിട്ടുള്ള ആളുകൾക്ക് കഴിയില്ല. അതിനാൽ ഇസ്രായേൽ ചെയ്താലും ഹമാസ് ചെയ്താലും ഭീകരതയെ ഭീകരതയായി കാണാനും കൊലപാതകങ്ങളെ കൊലപാതകങ്ങളായി കാണുവാനും മനുഷ്യഹത്യ നടത്തുന്നതിനെതിരെയുള്ള ഒരു പൊതു നിലപാടിലായിരിക്കണം ലോകം ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്, വളരെ ശരിയാണ് അത് പറയുന്നത്. ശ്രീ അരുൺ കിഴക്കൻ, അദ്ദേഹം ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. നമുക്ക് ഇസ്രായേലിലെ കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോടെ, ഹമാസ് നേതാക്കൾ ഖത്തറിലെ സുരക്ഷിത അഭയം പ്രയോജനപ്പെടുത്തിയാണ് ശരിക്കും ഒക്ടോബർ 7 പോലുള്ള അക്രമങ്ങൾ ആസൂത്രണം ചെയ്തു. ഒക്ടോബർ 7 ആ സമയത്ത് അങ്ങ് അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളും അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അത്തരം തീവ്രവാദത്തെ അല്ലെങ്കിൽ അത്തരം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഖത്തർ പോലുള്ള രാജ്യങ്ങൾ തീവ്രവാദികൾക്കൊരു അഭയം കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് അത് എത്രത്തോളം ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാണ്, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എത്രത്തോളം ഭീഷണി ഉയർത്തുന്നുണ്ടെന്നാണ് അങ്ങേക്ക് ഒരു തോന്നുന്നത്? എന്താണ് അങ്ങയുടെ ഒരു നിഗമനം? തീർച്ചയായിട്ടും നമുക്ക് മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ ഒരു ജിയോ പൊളിറ്റിക്സ് പരിശോധിക്കുന്ന സമയത്ത് കുറച്ച് രാജ്യങ്ങൾ, അല്ലെങ്കിൽ ലെബനോണോ അല്ലെങ്കിൽ സിറിയ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി മിഡിൽ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ ഗൾഫ് അറബ് യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ ഹമാസ് പോലുള്ള സംഘടനകളെയോ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വരുന്ന വിഷ്വലുകൾ പ്രകാരം ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള കൊല്ലും കൊലയും ബലാത്സംഗങ്ങളും അടക്കം നടത്തുന്ന സമയത്ത് അത് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ ഇരുന്നു കൊണ്ട് കാണുന്ന ഒരു കാഴ്ചയും അങ്ങനെയുള്ള വിഷ്വൽസ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഖത്തറിന് ഒരിക്കലും ഇതിനകത്തുനിന്ന് പൂർണ്ണമായിട്ടും ഖത്തറിന്റെ അറിവോടുകൂടിയല്ല, അല്ലെങ്കിൽ ഖത്തറിൽ ഇവർക്കൊരു താവളം ഒരിക്കലും നമുക്കറിയാമല്ലോ. ഇപ്പൊ ഖത്തർ പോലത്തെ രാജ്യത്ത് ലോകകപ്പ് നടത്തിയ ഒരു രാജ്യം, ചെറിയ രാജ്യമാണെങ്കിലും വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ്. വലിയ രീതിയിൽ ഗൾഫ് മേഖലയിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ മാത്രം പവർഫുൾ ആയിട്ടൊരു രാജ്യമാണ് ഖത്തർ. ഒരു ചെറിയ രാജ്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത്രമാത്രം ഒരു പ്രാതിനിധ്യമുള്ള രാജ്യമാണ്. ആ രാജ്യത്ത് ഒരിക്കലും ഹമാസ് ഒളിച്ചു കയറിയതല്ല. ഹമാസിന് അല്ലെങ്കിൽ ഹമാസ് നേതാക്കൾക്ക് ഖത്തർ അനുകൂലമായ സാഹചര്യങ്ങളും പരസ്യമായിട്ടല്ലെങ്കിൽ പോലും രഹസ്യമായ ഒരു താവളവും, അതുപോലെ തന്നെ ഈ ചർച്ചകൾക്ക് നേരത്തെ നമ്മൾ പറയുന്ന ഖത്തറിന്റെ ഒരു ഇരട്ടത്താപ്പ് പുറത്തു വരുന്ന രീതിയിൽ ഒരേ സമയത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയും മറുവശത്ത് നിന്നുകൊണ്ട് സമാധാനം ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദപരമായ ചിന്താഗതിയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്.
എന്നിരുന്നാലും ഈ ഒരു മേഖലയിലെ ഞാൻ മനസ്സിലാക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഖത്തറിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഹമാസിന് വേണ്ട ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗൾഫ് യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഗൾഫ് മേഖല ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇതിനെ വഴിവെക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, വളരെ ശരിയാണ്. പക്ഷേ നമുക്ക് അവിടെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്, ഖത്തർ GCC രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കുമെന്നുള്ള ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ പോളണ്ടിനെ ആക്രമിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം മൊത്തം ലോകത്തെ എല്ലായിടത്തും തന്നെ ഒരു അശാന്തി നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതൊരു മറ്റൊരു ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഒരു വേൾഡ് വാർ 3യിലേക്കൊക്കെ കടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? പക്ഷെ മറ്റ് രാജ്യങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെബനോനെയോ അല്ലെങ്കിൽ ഇറാനെയോ ഇറാഖിനെയോ അല്ലെങ്കിൽ മറ്റ് ഈജിപ്തിന്റെ ഒന്നും ഒരു സാമ്പത്തിക പരമായിട്ടുള്ള അടിസ്ഥാനമോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ അല്ല മറ്റ് ആളുകളെ ജോലി കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ ഒരു നിലപാടല്ല ഈ പറയുന്ന GCC കൺട്രികൾക്കുള്ളത്. ഇപ്പൊ ലെബനോണിനെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് ഏത് രീതിയിലും ഒരു തീവ്രവാദപരമായ രീതിയിലേക്ക്, യുദ്ധത്തിലേക്ക് ഏത് നിമിഷവും മുമ്പോട്ട് പോകാവുന്ന ഒരു സാഹചര്യമാണ് വേണമെങ്കിൽ. അല്ലെങ്കിൽ ആ രീതിയിൽ പരസ്യമായിട്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഹിസ്ബുള്ള പോലുള്ള സംഘടനകളെയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സംഘടനകളെ, ഹമാസ് പോലുള്ള സംഘടനകളെയൊക്കെ നേരിട്ട് നേതൃത്വം കൊടുക്കുകയും ഒരു സെക്കൻഡ് മിലിറ്റന്റ് ഫോഴ്സ്, ഇപ്പൊ ഗവൺമെന്റിന്റെയോ അല്ലെ മിലിറ്ററിക്ക് ഉപരിയായിട്ട് സെക്കൻഡ് മിലിറ്റന്റ് ഫോഴ്സ് അവർ നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യങ്ങളാണ്. ഒരിക്കലും ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങള് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഉള്ള ഒരു സാഹചര്യത്തിലും വലിയ രീതിയിലുള്ള ബൂമിങ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങള് സിൽക്ക് റൂട്ട് പോലുള്ള വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും വലിയ രീതിയിലുള്ള ബിസിനസ് ബൂമിങ് ഇനി വരുന്ന 2030 ഈ ഒരു രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് ഇന്ത്യ മുതൽ യൂറോപ്പ് വരെ ഗൾഫ് മേഖലയിലൂടെ അല്ലെങ്കിൽ ഇസ്രായേൽ അടങ്ങുന്ന മേഖലയിലൂടെ കടന്നു പോകുന്ന സിൽക്ക് റൂട്ട് പോലുള്ള വലിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ മണ്ടത്തരങ്ങൾ ഗൾഫിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ രാജ്യം മുമ്പോട്ട് നയിക്കുന്ന ആളുകൾ എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. തന്നെയുമല്ല, ഇതൊരിക്കലും ഖത്തറിനെതിരെയുള്ള ഒരു അക്രമമായി ഖത്തറിന്റെ ഭരണാധികാരികളടക്കം കണക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ശരി. ശ്രീ ജോർജ് കള്ളിവയൽ, ശരിക്കും ഈ ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ശരിക്കും അതിപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളതും ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതും ഇന്ത്യയുടെ ഒരു കടമയാണല്ലോ. അപ്പോൾ ശരിക്കും എന്തായിരിക്കും ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തായിരിക്കും? ഒരു നിഗമനം എന്തായിരിക്കും അങ്ങയുടെ? ജോയിസെ, ഹമാസിന്റെ ഭീകരതയെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഹമാസ് ഈ പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വലിയ ഭീഷണി തന്നെയാണ്. അതിനെതിരെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോഴും ഇന്നലെ ഐക്യരാഷ്ട്ര രക്ഷാസമിതി അപലപിച്ചു എന്ന കാര്യം മറക്കരുത്. ദോഹയിലെ ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചു. ഈ ദോഹയിൽ മീറ്റിംഗ് ചേരുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ 15 അംഗങ്ങളും ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. അതിനകത്ത് പറയുന്നത് ഡീപ് റിഗ്രറ്റ് അറ്റ് ദി ലോസ് ഓഫ് സിവിലിയൻ ലൈഫ് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇസ്രായേലിന്റെ പേര് മെൻഷൻ ചെയ്യാതെയാണ് അന്ന് ഇവർ തലേദിവസം പ്രസ്താവന ഇറക്കിയത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കറിയാം, ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്ന് പറയുന്ന ഖത്തറിന്റെ പ്രധാനമന്ത്രി ഈ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ പ്രമേയത്തെയൊക്കെ അനുകൂലിച്ച് പ്രസ്താവന സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിന്റെ പുറത്ത് ഒരു ഇസ്ലാമിക ഐക്യം ഉണ്ടാകുകയും അവരെല്ലാം ചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം, അതൊന്നും ഇപ്പോഴത്തെ കാര്യത്തെ പ്രായോഗികമായി നടക്കാൻ പോകുന്നില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതാണ് മറ്റ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ. അപ്പൊ അവർ തമ്മിലുള്ള ഭിന്നതകൾ, ആഭ്യന്തര ഭിന്നതകൾ, പലതരത്തിലുള്ള ഭിന്നതകൾ അവിടെ ഉണ്ട്. അത് ഈ ഭീകരവാദികൾക്ക് ഖത്തർ ഒരു സംരക്ഷണം കൊടുക്കുന്നു എന്ന ആരോപണം പുതുതായി വന്നതല്ല. അവിടെയാണ് ഖത്തർ ഇന്ത്യയുടെയും ഒരു വലിയ മിത്ര രാജ്യമാണ്.
പക്ഷേ ഖത്തർ ഈ തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുകയും തീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കുകയും തീവ്രവാദികളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നതിന് വലിയൊരു താക്കീത് തന്നെയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ആ നിലയിൽ അത് സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് വളരെ ടാർഗറ്റഡ് ആയ മറ്റ് സിവിലിയൻ പ്രദേശങ്ങളിലൊന്നും ആക്രമണം നടത്താതെ കൃത്യമായ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. അത് പൂർണ്ണമായും നമ്മൾക്ക് ഒരു ഒരു അതിനപ്പുറത്ത് കിടന്നു. പക്ഷെ ഇപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതും ഗാസയിൽ ഇപ്പോഴും കൂട്ടക്കൊലകൾ തുടരുന്നതും ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. അപ്പൊ ഇതൊരു സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകം ഒന്നിക്കേണ്ട കാലം അതിക്രമിച്ച് ഇപ്പോഴും വർത്തമാനത്തിനപ്പുറത്ത് കിടന്ന് ഒന്നിക്കുന്നില്ല. ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കറിയാം പാകിസ്ഥാൻ അമേരിക്കയുടെ നൽകിയ പിന്തുണ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. അപ്പൊ ഇതെല്ലാം അവരുടെ വ്യാവസായിക വാണിജ്യ താല്പര്യങ്ങൾ അനുസരിച്ച് പല രാജ്യങ്ങളും നിലപാടുകളിൽ വെള്ളം ചേർക്കുകയും ഒക്കെ ചെയ്യുന്നു. അതാണ് ലോക സമാധാനത്തിന് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. തൽക്കാലം ഇസ്രായേല് ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേലിന് ഹമാസിന്റെ ഒരു കുറച്ചുകൂടെ അന്ത്യം കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് ഒരു വലിയ അപകടം, സമാധാനത്തിനൊരു ഭീഷണി തന്നെയാണത്. ഓക്കെ, ശ്രീ അരുൺ, ഇപ്പം നിലവിൽ നമുക്കറിയാം, ഇപ്പം ഗാസ പിടിച്ചടക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഗാസയിൽ കൂടുതൽ സൈനിക നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു തരത്തിൽ ഇസ്രായേൽ നടപടികൾ സ്വീകരിക്കുന്ന ഒരു തരത്തിലുള്ള ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ഇസ്രായേൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ആ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും ഞങ്ങളോട് പങ്കുവെക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം ജോർജ് സാറ് പറഞ്ഞ ഒരു സാഹചര്യം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരു പക്ഷെ കൂട്ടക്കുരുതി അല്ലെങ്കിൽ വലിയ രീതിയിൽ ജനങ്ങളെ കൊന്നൊടുക്കുക, അതിപ്പോ ഹമാസ് ചെയ്താലും ഇസ്രായേൽ ചെയ്താലും ജനങ്ങളാണ് മരണപ്പെടുന്നത്. സാധാരണ ജനങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് മരണപ്പെടും. ഇപ്പം ഇസ്രായേൽ ഗാസയിൽ നടത്തുമ്പോഴാണെങ്കിൽ പോലും മരിക്കുന്ന എല്ലാവരും തീവ്രവാദികളായിക്കൊള്ളണം എന്നില്ല. ശരിയാ, സത്യസന്ധമായിട്ടുള്ള കാര്യമാണത്. പക്ഷെ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ ഒക്ടോബർ 7 എന്നത് ഒരു സ്വാഭാവികമായി സംഭവിച്ച ഒന്നല്ല, പ്ലാൻഡ് ആയിട്ട് നടന്നിട്ടുള്ള, ബ്രൂട്ടലായിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഈ ഒക്ടോബർ 7 ശേഷവും ഏകദേശം ഇസ്രായേലിന്റെ 274 പേര് അവരുടെ തടവറയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്റ്റേജസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഇസ്രായേൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നു. ഈ അടുത്ത സമയത്ത് വരെയും ഇസ്രായേൽ അല്ലെങ്കിൽ ട്രംപ് അടക്കം മുമ്പോട്ട് വെച്ച ഒരു ആശയം, ഇസ്രായേലിന്റെ ഹോസ്റ്റേജസിനെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടുള്ള ആളുകളെ വിട്ടുകൊടുക്കുക എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ പലപ്പോഴും നിർബന്ധിതരാകുകയാണ്. അതായത് ഗസയില് കരയുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ പല രീതിയിലുള്ള നെഗോസിയേഷൻസിന് തയ്യാറായിരുന്നു. ഹോസ്റ്റേജസ് ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റ് പുറത്തുവിടുക. ആ ഒരു സാഹചര്യത്തിലും ഹമാസ് ചെയ്തത് നമ്മൾ കാണാതെ പോകരുത്. ഇസ്രായേലിന്റെ ഒരു ഹോസ്റ്റേജസിൽ പെട്ട ഒരാളെ കൊണ്ട് തന്നെ അയാളുടെ ശവക്കുഴി കുത്തിക്കുകയും ആ ഒരു വീഡിയോ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുകയുമാണ് ഹമാസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഇസ്രായേല് ബ്രൂട്ടലായിട്ട് കൊല ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടക്കുരുതി നടത്തുന്നു എന്ന് പറയുന്ന ഒരേ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇസ്രായേലിന്റെ എപ്പോഴും ഉള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ശത്രുക്കളെ കണ്ടെത്തുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേല് ഏതൊരു കാലഘട്ടത്തിലും മ്യൂണിച്ച് ഒളിമ്പിക്സിന്റെ ഒരു ചരിത്രമൊക്കെ വലിയൊരു ഉദാഹരണമാണ് അതിന്. അല്ലെങ്കിൽ പല രീതി ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്രായേൽ പ്രൂവ് ചെയ്തൊരു രാജ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതൊരു പൗരനും അത്രമാത്രം വാല്യൂ കൊടുക്കുന്ന ഒരു രാജ്യമാണ്. സോ ഒരുപാട് അവസരങ്ങൾ കൊടുത്തതാണ്. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ രണ്ട് വശവും ചർച്ച ചെയ്യാനായിട്ട് തയ്യാറാവണം. നിലവിൽ ഇപ്പോൾ ഗാസയില് ആക്രമണം നടത്തി വരുന്ന സമയത്തും ഈ കഴിഞ്ഞിടയ്ക്ക് പോലും എനിക്ക് തോന്നുന്ന ഒരു 3 ആഴ്ച മുമ്പാണ് അവിടെ ഉണ്ടായിരുന്ന അൽഷിഫ ഹോസ്പിറ്റലിന്റെ അണ്ടർഗ്രൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് വലിയ രീതിയിൽ അണ്ടർഗ്രൗണ്ട് ടണലുകളും ഹമാസിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ഒളിച്ചിരിക്കാനുള്ള വലിയ ഫെസിലിറ്റികളും ആണ് അവിടെ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഒരുപാട് യന്ത്രത്തോക്കുകളും അല്ലെങ്കിൽ ആയുധങ്ങളും അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പം ഒരിക്കലും ഹമാസ് ഗാസയിൽ നടത്തി വരുന്നത് പുണ്യപ്രവൃത്തി ആയിരുന്നില്ല. തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന UN നിന്നും അടക്കമുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ അടക്കം മറ്റു രാജ്യങ്ങൾ കൊടുത്തിരുന്ന സഹായങ്ങൾ വഴിമാറ്റി ചെലവഴിക്കുകയും അത് വലിയ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, അതായത് 2004 മുതൽ 2023 വരെ ഗസയിൽ ഏകദേശം 19-20 വർഷക്കാലം
ഗസയിൽ അവര് ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത്. ഏത് സാഹചര്യത്തിലാണ്? ഏകദേശം 30% ഫലസ്തീൻ ജനത ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം, ഇസ്രായേലിനെ കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം, വെള്ളവും കറണ്ടും അടക്കം ഇസ്രായേലിൽ നിന്നും ഗസയടക്കമുള്ള പ്രദേശങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയത്തില്ലേ, ഞണ്ട് അതിന്റെ ജനിച്ചതിന് ശേഷം അതിന്റെ അമ്മയെ തന്നെ തിന്നുന്നു പറയുന്നില്ലേ, അതുപോലത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ സാഹചര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുന്നേ ഇതില്ലായ്മ ചെയ്യാനായിട്ടും ഇത്രമേൽ നഷ്ടം ഇസ്രായേലിന് സംഭവിച്ചിട്ട് പോലും ഇസ്രായേൽ ഒരുപാട് അവസരങ്ങൾ ഹമാസിന് കൊടുത്തിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. ഓക്കെ ഓക്കെ, വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. തീവ്രവാദം അത് ലോകത്ത്, അത് ഹമാസ് ആയാലും ശരി, ഹൂതികളായാലും ശരി, ഏത് തീവ്രവാദ ഗ്രൂപ്പുകളായാലും ശരി, തീവ്രവാദം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി തന്നെ ലോകത്ത് എന്നില്ലാതാകുന്നു അന്നേ ശരിക്കും സമാധാനം പുലരുകയുള്ളൂ, അല്ലേ? ശരിയാണ്. ഇപ്പം അരുൺ, അദ്ദേഹം ശരിക്കും ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ അവിടുത്തെ അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന ഒരു ആളുകൂടിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഖത്തറുമായിട്ടുള്ള പ്രശ്നങ്ങളും, അതുപോലെ എന്താ പറയുക, ഇസ്രായേൽ യമനിൽ നടത്തിയ അക്രമങ്ങളും, ഇതൊക്കെ നമ്മൾ ശരിക്കും മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തും നമുക്ക് പറയാൻ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു കടമയാണ്. അതുപോലെ തന്നെ ഹമാസ് ഒരു രാഷ്ട്രീയ പിന്തുണയുള്ള, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ ഹമാസ് ഗാസ ഭരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിലവിലുള്ളത്. എന്നാലും ഗാസയിലെ ജനങ്ങളെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ നമുക്ക് ജനങ്ങളിലേക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ വിവരങ്ങൾ എത്തിക്കുവാനും സാധിച്ചുവെന്ന് വിശ്വസിക്കുകയാണ്. അശാന്തിയുടെ തീരങ്ങൾ വിട്ട് സമാധാനം പുലരുന്ന ലോകം പിറക്കട്ടെ എന്ന് ശരിക്കും നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ സമാധാനത്തിനായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ ചർച്ചയിൽ വളരെ സജീവമായി നമ്മളോടൊപ്പം പങ്കുചേർന്ന ശ്രീ ജോർജ് കള്ളിവയിൽ, അതുപോലെ ശ്രീ അരുൺ കിഴക്കൻ, അതുപോലെ പ്രിയ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.